ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. എടുത്തു കോലക്കുഴൽ പട്ടുകോണമുടുത്തു പീലിക്കുഴലങ്ങു കെട്ടി ഒടുക്കമെന്തേഹി പിരിഞ്ഞിടുമ്പോൾ അടുക്കലേക്കോടി വരേണമുണ്ണി. കുഴൽ പയറ്റാൽ മുഖരിച്ചുകൊണ്ടും മൃദുസ്മിതത്താൽ മധുരിച്ചുകൊണ്ടും മുരാരിതൻ മുഗ്ധമുഖാരവിന്ദം മുകർന്നു മുങ്ങട്ടെ മുദാർണവത്തിൽ. ലാവണ്യവത്തായി രസാർദ്രമായി കാരുണ്യകല്ലോലിതമായ കണ്ണിൽ താരുണ്യസംഗം വിളയിച്ചിടുന്നോരാരുണ്യ സിന്ദൂരമുതിർക്കു കൃഷ്ണ. വീഴുന്നതെല്ലാം പ്രണിപാതമായും ചൊല്ലുന്നതെല്ലാം സ്തവനങ്ങളായും ഞാൻ ചെയ്തിടും വേലകളാകമാനം കൃഷ്ണനു പുഷ്പാഞ്ജലിയായിടട്ടെ. യശോദയാം നന്ദവിലാസിനിക്കും അശേഷവൃന്ദാവിപിനസ്ഥലിക്കും യശോദനായി പ്രീതിതനായെഴുന്ന കിശോരനെ സ്നേഹമൊടോർത്തിടുന്നേൻ. ആതാമ്രമാം നിൻ ചരണാംബുജത്തിലാനമ്രമായി വെച്ചിടുമെൻ ശിരസിൽ. വിണ്ണിമ്നകയ്ക്കൊത്തു സദാനഖങ്ങൾ തൻ നിർമ്മലജ്യോത്സ്ന പതിച്ചിടട്ടെ. ആരംഭമില്ലാത്ത മഹാതമസ്സിൽ ഞാൻ കണ്ണു കാണാതുഴലുമ്പോളോരോ തൃക്കാൽ നഖപ്പൊൻകതിരാൽ കൊളുത്തി കാണിച്ച കമ്പിത്തിരി കാത്തിടട്ടെ. വ്രജസ്ഥിലെ സ്ത്രീകൾ യശോദയോടു മകന്റെ ദുർവൃത്തികൾ ചൊന്ന നേരം ഇടഞ്ഞ കണ്ണൻ സ്വഗൃഹത്തിലേക്കു കക്കാൻ വരാഞ്ഞിട്ടവർ തന്നെ കേണാർ. ആയർക്കിടാവമ്പിളിയെ പിടിക്കാൻ കുഞ്ഞിക്കരം പൊക്കിയ തൽക്ഷണത്തിൽ നക്ഷത്ര ചിത്രങ്ങൾ പതിച്ച വീണു പെട്ടെന്നടർന്നങ്ങനെ തന്നെ വീണു. ഒളിഞ്ഞിരുന്ന ദ്രുപദേന്ദ്രപുത്രിക്കുടുക്കുവാൻ ചേലകൾ നൽകി കൃഷ്ണൻ. മറഞ്ഞ ശേഷം
രവിവാരുണിക്കു ചുകന്നതാമംബരമെന്ന പോലെ തന്നിട്ടു കിട്ടും പുതുവെണ്ണയെല്ലാം തിന്നാൻ രസം കൃഷ്ണനു കഷ്ടിയത്രേ. കട്ടിട്ടു കിട്ടും വിഭവങ്ങൾ താനാണഷ്ടിക്കൂ നന്ദന്റെ കിടാവിനിഷ്ടം. വേദങ്ങൾ തൻ വാസ്തവമാകുമർത്ഥം നീലച്ചതാണെന്നു പറഞ്ഞിടുന്നു. കാണാം, തൊടാം, വാരിയെടുത്തു പുൽകാം, ചുംബിച്ചിടാം പോലെവനും യഥേഷ്ടം. സൗന്ദര്യ സർവസ്വമതിൻ്റെ നാമം ശ്രീകൃഷ്ണനെന്നായി പറയുന്നു ശാസ്ത്രം. സമ്പൂർണ്ണ ഭാഗ്യത്തിനു സീമ ഗോപതന്വങ്കിമാരെന്നു മുരച്ചിടുന്നു. യാതൊന്നു സംഘർഷണനൂതിയപ്പോൾ കൽപ്പാന്തകാലത്തിലനങ്ങിയില്ല. അപ്രേമ നീലാദ്രിമറിഞ്ഞു വീണു ഗോപീജനത്തിൻ്റെ ഇളങ്കിതപ്പിൽ. ശത്രുക്കളെയ്യുന്ന ശരങ്ങളൊന്നും കൊണ്ടില്ല കണ്ണന്റെ കളേബരത്തിൽ. വേദങ്ങളെയ്യുന്ന ശരങ്ങൾ പോലും കൊള്ളാത്ത ദേഹത്തിലിതെന്തു ചിത്രം. ധാരാളി കാമിക്കു വരങ്ങളേകാൻ നീരാളി നിഷ്കാമനെ വന്നു വാരാൻ. തേരാളി പാർത്ഥന്റെ രഥം നടത്താൻ വീരാളി രാധയ്ക്കു കിടന്നുറങ്ങാൻ. പൊൻകമ്പി വേദാന്ത വിപഞ്ചിങ്കൽ തോറ്റമ്പി ഭീഷ്മപ്രപിതാമഹങ്കൽ. മാടമ്പി സാക്ഷാൽ കൃതി നാടകത്തിൽ കോളാമ്പി രാധാമണി മച്ചിലീശൻ. മത്താപ്പു നന്ദന്റെ ഗൃഹാങ്കണത്തിൽ മേലാപ്പുരുദ്രന്റെ മുടിക്കുമോളിൽ. ഏറാപ്പു കുബ്ജാകുചമണ്ഡലത്തിൽ ചീരാപ്പു കംസങ്കൽ മുകുന്ദപാദം. പഞ്ചാരയേക്കാൾ മധുരിച്ചതായും തേജസ്സിനേക്കാൾ തെളിവാർന്നതായും പേരാലിനേക്കാൾ തണലുള്ളതായുമെന്തോ പദാർത്ഥം ഗുരുവായൂരപ്പൻ. തൂവെണ്ണ പാൽ തിന്നു കളിക്കുവാനായമ്പാടിയിൽ പണ്ടു പിറന്ന നാഥൻ മാപാതകം തിന്നു മുടിക്കുവാനായി വന്നെത്തിനാനിന്നു മരുൾപ്പുരത്തിൽ. ലോകങ്ങൾ കാക്കുന്നതിനായി പിറന്നു പാൽ വെണ്ണ കക്കുന്നതിനും തുടങ്ങി. നീ ചെയ്തിടും ലീലകളൊക്കെ ഈ മട്ടന്യാദൃശം തന്നെ മരുൾപുരീശ. ഈ മട്ടു നിൻ പൂവുടൽ കട്ടിയാക്കാനൊട്ടേറെ നന്ദാദികൾ ബുദ്ധിമുട്ടി. ഏറെ ചിരിച്ചാലതലിഞ്ഞു വീണ്ടും പണ്ടെന്ന പോൽ നിർഗുണമാകുമല്ലോ. ആലിപ്പഴം പോലെ തണുത്ത നോട്ടമാലോലമാം കുന്തളമക്ഷഹാസം. ആലിൻ ചുവട്ടിൽ കുഴലൂത്തു നിന്നെ ആലിംഗനം ചെയ്യണമെന്നു തോന്നും. കാർകൊണ്ടൽ തോൽക്കും തവ രൂപധേയം കൽക്കണ്ടമൊക്കും തിരുനാമധേയം. ഈ രണ്ടു കൂട്ടം നുകരാനെനിക്കു വൈകുണ്ഠനെ ഗീടുക ഭാഗധേയം. പൂമൊട്ടു കൂപ്പും മിഴിയൊട്ടു കൂമ്പി
പ്രേമാർദ്രമാം പുഞ്ചിരി വെണ്ണിലാവിൽ പൂമൈ തണുപ്പിച്ചു കിടന്നുറങ്ങി പൂരിച്ച പൂമാതിനെഴുന്ന പുണ്യം വീരവ്രതന്മാർക്കു വിശുദ്ധി നൽകി വാത്സല്യവൃന്ദാടവീങ്കലല്ലിൽ ലാവണ്യ കൃഷ്ണാനദിയിൽ തുളുമ്പി തുള്ളുന്ന ശൃംഗാരരസം സഹായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ഭാഗവത സ്വാധ്യായത്തിൻ്റെ ഒരു സുദിനം കൂടി സമാഗതമായിരിക്കുന്നു. ഇന്ന് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയിൽ 964 ദിവസമാണ്. ഇവിടെ ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ ശുദ്ധശൃംഗാരം എന്ന കവിത, അതിൻ്റെ അവസാന ഭാഗങ്ങളും നമ്മളിപ്പോൾ കേട്ടു, സമർപ്പിച്ചു. ഇന്ന് ദ്വാദശ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം മുതലാണ് അനുസ്മരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കട്ടെ. ആലപ്പുഴ കലവൂർ ശ്രീ മാരൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിൽ ഇന്ന് 10:30 മുതൽ 11:30 വരെയുള്ള സമയത്ത് ബ്രഹ്മനാരദ സംവാദം, അവതാര ലീലാവർണ്ണന എന്നിങ്ങനെയുള്ള ദ്വിതീയ സ്കന്ധത്തിലെ 5, 6, 7 അധ്യായങ്ങൾ അനുസ്മരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്. ഇവിടെ 35-ാമത്തെ ശ്ലോകത്തിൽ, അതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ മാർക്കണ്ഡേയ മഹർഷി മഹാദേവനോട് വരയാചന നടത്തുന്നു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും ഭഗവത് ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭാഗവതം ഭക്തിക്ക് നൽകുന്ന വലിയ പ്രാധാന്യം ഭാഗവതത്തിൻ്റെ മാഹാത്മ്യവർണ്ണനയിൽ ഭക്തി നാരദ സംവാദ രൂപത്തിൽ നമ്മൾ കേട്ടു. ഇനി 13-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലും ഭക്തി തരാനായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും അതെ, ഒരേ ഒരു വരമേ വേണ്ടൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെന്താണ്? നാശരഹിതമായ ഭക്തി. അച്യുതാം ഭക്തിം ഏകം വരം വൃണേ. ആ വരം മാത്രം മതി. അത് ഭഗവാനിലും ഭഗവത് ഭക്തന്മാരിലും ഭക്തോത്തമനായ അങ്ങയിലും വേണം എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ആഗ്രഹം പങ്കുവെച്ച മാർക്കണ്ഡേയൻ സൂതൻ പറയുന്നു, ഇത്യർച്ചിതോഭിഷ്ടുതശ്ച മുനിനാ സൂക്തയാ ഗിര തമാഹ ഭഗവാൻ ശർവ ശർവയാ ചാഭിനന്ദിത. മുനിനാ സൂക്തയാ ഗിര, മുനിയാൽ സൂക്തയാ ഗിര, മധുരവാക്കിനാൽ ഇതി അർച്ചിത അഭിഷ്ടുത ച, ഇങ്ങനെ അർച്ചിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്ത ഭഗവാൻ ശർവ, ആ ശിവൻ, ശർവയാച പാർവതിയാലും അഭിനന്ദിത, അഭിനന്ദിക്കപ്പെട്ടവനായിട്ട് തം ആഹ, ആ മാർക്കണ്ഡേയനോട് പറഞ്ഞു എന്നാണ്. തന്നെ വിശേഷമായ മധുരവാക്യങ്ങളെ കൊണ്ട് പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്ത മാർക്കണ്ഡേയൻ, ആ മാർക്കണ്ഡേയനോട് ഭഗവാൻ വലിയ
ഇഷ്ടമായി. അപ്പോൾ മുനി ആഗ്രഹിച്ചതുപോലെയുള്ള വരം കൊടുക്കാൻ ഭഗവാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ മഹാദേവിയായിരിക്കുന്ന ആ പാർവതിയും ആ പരമേശ്വരിയും അതിനെ അഭിനന്ദിച്ചു, അനുമോദിച്ചു. എന്നിട്ട് മഹാദേവൻ പറയുകയാണ്, കാമോ മഹർഷേ സർവോയം ഭക്തിമാം സ്ത്വമധോക്ഷജേ ആകൽപ്പാന്താൽ യശപുണ്യമജരാമരതാ തഥാ. മഹർഷേ, മഹാനായ ഋഷേ, ത്വം അധോക്ഷജേ ഭക്തിമാൻ, അങ്ങ് ശ്രീഹരിയിൽ ഉത്കൃഷ്ട ഭക്തിയുള്ളവനാണ്. അയം സർവഹ കാമഹ, ഈ സർവാഭീഷ്ടവും ആകൽപ്പാന്താത് പുണ്യം യശ, കൽപ്പാന്തം വരെയുള്ള പുണ്യമായ യശസ്സും തഥാ അജരാമരത, അതുപോലെ ജരാമരണങ്ങൾ ഇല്ലാത്ത അവസ്ഥയും അസ്തു, അങ്ങയ്ക്ക് ഉണ്ടാവട്ടെ. അങ്ങയ്ക്ക് ശ്രീഹരിയിൽ പരമപ്രേമലക്ഷണമായിരിക്കുന്ന ഭക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് ആഗ്രഹിച്ചത് മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് തരാം എന്നാണ്. ആഗ്രഹിച്ചത് മാത്രമല്ല, കൽപ്പകാലം വരെയുള്ള പുണ്യമായ യശസ്സും ജരാമരണങ്ങൾ ഇല്ലാത്ത അവസ്ഥയും അമരത്വവും ഞാൻ ദാ അങ്ങയ്ക്ക് നൽകുന്നു. ജ്ഞാനം ത്രൈകാലികം ബ്രഹ്മൻ വിജ്ഞാനം ച വിരക്തിമൽ ബ്രഹ്മവർച്ചസ്വിനോ ഭൂയാൽ പുരാണാചാര്യതാസ്തുതേ. ഹേ ബ്രാഹ്മണ, പറയുകയാണ്, ത്രൈകാലികം ജ്ഞാനം, ത്രികാല സംബന്ധമായ അറിവ്, അതേപോലെ വിരക്തിമത് വിജ്ഞാനം ച, വൈരാഗ്യസഹിതമായ പരമാത്മജ്ഞാനം, ബ്രഹ്മവർച്ചസ്വിനഃ തേ, ബ്രഹ്മതേജസ്വിയായ അങ്ങയ്ക്ക് ഭൂയാത് ഉണ്ടാവട്ടെ. പുരാണാചാര്യത അസ്തു, പുരാണാചാര്യൻ എന്ന നിലയും അങ്ങയ്ക്ക് ഉണ്ടാവട്ടെ എന്നാണ്. ബ്രഹ്മതേജസ്വിയാണ് അങ്ങ്. ഭൂതം, വർത്തമാനം, ഭാവി, ഈ 3 കാലങ്ങളിലെ ലോകവസ്തുക്കളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ജീവ ബ്രഹ്മാത്മൈക്യ ബോധം, ഇതൊക്കെ അങ്ങയ്ക്ക് ഉണ്ടാവട്ടെ. അങ്ങ് പുരാണാചാര്യനായിട്ട് തീരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. സൂതം പറയുകയാണ്, ഏവം വരാൻ സമുനയെ ദത്വാഗാത്രക്ഷ ഈശ്വര ദേവ്യൈ തൽക്കർമ്മ കഥയന്നനുഭൂതം പുരാമുന സാത്യക്ഷ ഈശ്വര. അങ്ങനെ 3 കണ്ണുകളോടുകൂടിയ ആ മുക്കണ്ണനായിരിക്കുന്ന ഈശ്വരൻ മുനയെ ഏവം വരാൻ ദത്വ, മുനിക്ക് മാർക്കണ്ഡേയന് ഈ വരങ്ങളൊക്കെ നൽകിയിട്ട് അമുനാ പുരാ അനുഭൂതം, ഇവനാൽ മുമ്പ് അനുഭവിക്കപ്പെട്ടതിനെയും തൽക്കർമ്മ, അവൻ്റെ കർമ്മത്തെയും ദേവ്യൈ കഥയൻ അഗാത്, ദേവിയോട് പറഞ്ഞും കൊണ്ട് അവിടുന്ന് യാത്രയായി എന്നാണ്. അപ്പോൾ മഹാദേവൻ മാർക്കണ്ഡേയന് വരം കൊടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ തപസ്സിനെക്കുറിച്ച്, ആ വിഷ്ണുമായ വൈഭവത്തെക്കുറിച്ച്, അതൊക്കെ പാർവതീദേവിയോട് വിസ്തരിച്ച് പറഞ്ഞും കൊണ്ട് അവർ മടങ്ങിപ്പോയി. അങ്ങനെയാണ് നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ മറ്റേയാൾക്ക് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്ന മാതിരി ആയിരുന്നു, അല്ലേ? ഇതേപോലെ മാർക്കണ്ഡേയൻ്റെ ആ പൂർവികമായിരിക്കുന്ന കഥകളെ ഒക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ നരനാരായണന്മാർ പ്രത്യക്ഷപ്പെട്ടത്, മായ കാണണമെന്ന് വിചാരിച്ചത്, പടപത്രത്തിൽ കിടക്കുന്ന ഉണ്ണിയായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തത്, അതൊക്കെ മഹാദേവിക്ക്, പാർവതീദേവിക്ക് മഹാദേവൻ ആ യാത്രക്കിടയിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ യാത്രയായി. സോപ്യവാപ്ത മഹായോഗ മഹിമാ ഭാർഗവോത്തമ വിചരത്യധുനാപ്യദ്ധ ഹരാവേകാന്തതാം ഗത. അവാപ്ത മഹായോഗ മഹിമ, പ്രാപിക്കപ്പെട്ട മഹായോഗ പ്രഭാവത്തോടു കൂടിയ ഭാർഗവോത്തമ സ, ഭൃഗുവംശശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം മാർക്കണ്ഡേയൻ, ഹരവും ഏകാന്തതാം ഗതഃ, ശ്രീഹരിയിൽ ഏകാന്തഭാവത്തെ പ്രാപിച്ചിട്ട് അധുനാ അപി അദ്ധാ വിചരതി, ഇപ്പോഴും പരമാർത്ഥമായിട്ട് സഞ്ചരിക്കുന്നു. ഇപ്പോഴും ലോകത്തിലുണ്ട് മാർക്കണ്ഡേയൻ, ചിരഞ്ജീവി, അല്ലേ? മഹായോഗ വൈഭവം വേണ്ട പോലെ പ്രാപിച്ച ആ ഭൃഗുവംശോത്തമനായിരിക്കുന്ന മാർക്കണ്ഡേയൻ ഭഗവാനിൽ ഏകാന്തമായ ഭക്തിയോടുകൂടി ലോകത്തിൽ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വെച്ചാൽ ലോകത്തിൽ ഇന്നും ഇരിക്കണു, ചിരഞ്ജീവിയായിട്ടിരിക്കണു. അനുവർണിതമേ തത്തേ മാർക്കണ്ഡേയസ്യ ധീമത അനുഭൂതം ഭഗവതോ
മായാവൈഭവമദ്ഭുതം. ധീമതഃ മാർക്കണ്ഡേയസ്യ, ധീമാനായ ബുദ്ധിമാനായ മാർക്കണ്ഡേയനാൽ അനുഭൂതം അത്ഭുതം മായാവൈഭവം, അനുഭവിക്കപ്പെട്ട അത്ഭുതകരമായിരിക്കുന്ന ആശ്ചര്യകരമായിരിക്കുന്ന വൈഭവത്തോടു കൂടിയ ആ മായ ഭഗവാന്റെ, ആ വൈഭവത്തോടു കൂടിയ ഭഗവാന്റെ ഏതത് ചരിത്രം, ഈ ചരിത്രത്തെ തേ അനുവർണിതം, അങ്ങയ്ക്കായിട്ട് അനുക്രമമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. മാർക്കണ്ഡേയ മുനി അനുഭവിച്ച വിഷ്ണുമായ വൈഭവം, അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം ഞാനിതാ അങ്ങയ്ക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു എന്ന് പറയുന്നു. ഏതത് കേചിത വിദ്വാംസോ മായാസംസൃതിമാത്മന അനാദ്യാവർത്തിതം നൃണാം കാദാചിൽക്കം പ്രചക്ഷത്തെ. ആത്മനഃ മായാസംസൃതിം, ഭഗവാന്റെ സംസാര സർഗരചന. നൃണാം അവിദ്വാംസഃ കേചിൽ, മനുഷ്യരുടെ മധ്യത്തിൽ അറിയാത്ത ചിലർ. അനാദ്യാവർത്തിതം കാദാചിൽക്കം, ഇവിടെ അനാദികാലത്താൽ ആവർത്തിക്കപ്പെട്ടതായിട്ടും ഒരു കാലത്തുണ്ടായതായിട്ടും ഇതിനെ പ്രചക്ഷത പറയുന്നു. ഇപ്പൊ മാർക്കണ്ഡേയൻ 7 കൽപ്പം ജീവിച്ചിരുന്നു. അതെങ്ങനെയാ പറയണത് എന്നാണെങ്കിൽ, ക്ഷണകാലം കൊണ്ട് മാർക്കണ്ഡേയന് അനുഭവപ്പെട്ട ഈ കൽപ്പാവൃത്തിയുടെ തത്വത്തെ അറിയാത്ത ആളുകളാണ് ഇത് ബഹുകാലം എന്ന് പറയുന്നത്. 7 കൽപ്പകാലമായിട്ട് അതിനെ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ മായാശക്തിക്ക് കുറച്ചു സമയത്തെ കൂടുതൽ സമയമായിട്ട് തോന്നിപ്പിക്കാൻ ശക്തിയുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ കാലത്തെ കുറച്ചായിട്ട് കാണിക്കാനും ഭഗവാന് സാധിക്കും. അപ്പം ഈ പരമാർത്ഥം അറിയാത്ത ആളുകൾ പറയുന്നു 7 കൽപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പം ശ്വാസോച്ഛ്വാസത്തിൽ കൂടി മാർക്കണ്ഡേയൻ 7 പ്രാവശ്യം ഉള്ളിൽ പ്രവേശിച്ചു. അതേപോലെ അപ്പോൾ 7 പ്രാവശ്യം പുറത്തേക്കും വന്നു. അത്രേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നവിടെ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു. യ ഏവമേതൽ ഭൃഗുവര്യ വർണ്ണിതം രഥാംഗപാണേരനുഭാവഭാവിതം സംശ്രാവേൽ സംശൃണുയാതു താവുഭൗ തയോർന്ന കർമാശയ സംസൃതിർഭവേൽ. ഭൃഗുവര്യ, ഹേ ഭൃഗുശ്രേഷ്ഠ, ഏവം വർണ്ണിതം രഥാംഗപാണേ അനുഭാവിതം ഏതത്, ഈ രീതിയിൽ വർണ്ണിക്കപ്പെട്ടതും രഥാംഗപാണേഹേ, ചക്രപാണിയുടെ ഭഗവാന്റെ അനുഭാവഭാവിതം, അനുഭാവം കൊണ്ട് ഭവിക്കപ്പെട്ടതുമായിരിക്കുന്ന ഏതത്, ഇതിനെ യാ സംശ്രാവയൽ, ആരാണോ ശ്രദ്ധയാ കേൾപ്പിക്കുകയോ, സംശൃണുയാത്, ശ്രദ്ധയോടുകൂടി കേൾക്കുകയോ, തൗ ഉഭൗ, ആ 2 പേരും കൃതാർത്ഥവും ഏവ, കൃതാർത്ഥന്മാരാണ്. തയോ, അവർ 2 പേർക്കും കർമാശയ സംസൃതി, കർമ്മവാസന കൊണ്ടുണ്ടാകുന്ന സംസാരം ന ഭവേൽ, ഒരിക്കലും സംഭവിക്കില്ല. ന ഭവേത് ഊ എന്നാണ്, എന്ന് വെച്ചാൽ ഭവിക്കുകയില്ല, ഉറപ്പ്. ഈ ഏതൊരു പ്രകരണം അവസാനിപ്പിക്കുമ്പോഴും അതിൻ്റെ കഥാകീർത്തനത്തിൻ്റെ ശ്രവണഫലം, അത് ചൊല്ലുന്നത് കൊണ്ടുള്ള ഗുണം, ഇതൊക്കെ കേൾപ്പിക്കുന്നത് ആളുകൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഫലം കൂടി പറഞ്ഞാലേ നമുക്ക് പലപ്പോഴും ഇത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുള്ളൂ. പതിയെ പതിയെ ഫലത്തിലും വലിയ പ്രാധാന്യം ഇല്ലാതെയാവും. ഇങ്ങനെ കാലസ്വരൂപനായ ഭഗവാന്റെ വൈഭവത്തോട് ചേർന്നിരിക്കുന്ന ഈ മാർക്കണ്ഡേയ ചരിത്രം ശ്രദ്ധാപൂർവം കേൾപ്പിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ആ മായാ വൈഭവത്തെ അറിയുന്ന ആളുകളാണ് ഈ 2 പേരും. ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് കർമ്മവാസന കൊണ്ട് സംസാരബന്ധം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുന്നിടത്താണ് ഈ 12 സ്കന്ധത്തില് പരമാശ്രയ നിരൂപണത്തിൽ മാർക്കണ്ഡേയൻ്റെ ഭക്തിലാഭാദി നിരൂപണം എന്ന 10ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ 11ാമത്തെ അധ്യായത്തോടു കൂടി നമുക്ക് ആരംഭിക്കാൻ സാധിക്കട്ടെ. നാളെ രാമനവമി കൂടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മ പുണ്യം നിറഞ്ഞ, അല്ലെങ്കിൽ ഭഗവാൻ അവതരിച്ച കോസല രാജകുമാരനായി, ദശരഥപുത്രനായി
കൗസല്യാതനയനായി ഭഗവാൻ അവതരിച്ച പുണ്യദിനം. അപ്പോൾ രാമനവമി, അഷ്ടവിരോഹിണി പോലെ രാമനവമി. ആ രാമനവമിയിൽ നാളെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു സഹസ്രനാമം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ അതും എല്ലാവരും കേൾക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആ മുത്തശ്ശൻ ഒരു കഥ പറയാം എന്നുള്ള ആ ഭാഗം കുട്ടികൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ കേൾപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ
ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.